ഡേയ് നീ അത് കാര്യമാക്കണ്ട, കാപ്പിപ്പൊടി തീർന്നു പോയതുകൊണ്ടല്ലേ. കാര്യമൊക്കെ ഉണ്ടെന്നോ? അയ്യോ, അങ്ങനെ വിട്ടാ ശരിയാവില്ല. മാമ നല്ല രീതിയിൽ പ്രതികരിക്കണം മാമ. അതെ, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തിരുന്നപ്പോ എത്ര കാപ്പി കുടിച്ചോണ്ടിരുന്ന എന്റെ മാമനാണെന്ന് അറിയും. ഇപ്പൊ ഒന്ന് ദാഹിച്ച് തൊണ്ട നനയ്ക്കാൻ പോലും ഒരു തുള്ളി കാപ്പിയില്ല കേട്ടോ. ഒരു കാപ്പിയുടെ പേരും പറഞ്ഞ് രാവിലെ തുടങ്ങിയതാ. രാവിലെ തുടങ്ങിയ മാമ, എന്നിട്ടും താണ്ട സമയം ഇതുവരെ ഞാനൊരു കാപ്പി കുടിച്ചിട്ടില്ല. റിങ്കി ആകെ മാറിപ്പോയി മാമ. ഇപ്പൊ അവക്ക് അനിയത്തിന്നോ മാമനെന്നോ ഒന്നുമില്ല. അങ്ങനെ അങ്ങ് കേറി മുറത്തി കയറി കൊത്താതെ കേട്ടോ. കാപ്പി കിട്ടാത്തപ്പം ആ സമയത്ത് എനിക്ക് ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹലോ, ആ പ്രവീണേ, എന്തൊക്കെയുണ്ടോ വിശേഷം? മാമ കാപ്പി കാപ്പി. ആ ശരി, നല്ല മൂർച്ചയുള്ള വെട്ടുകത്തി ഉണ്ടോ? വെട്ടറാ. വെട്ടിക്കോ, ധൈര്യമായിട്ട് വെട്ടിക്കോ. ആ വെട്ടിക്കോ. 4 കൊല, 4 കൊല മതി. വിളഞ്ഞ 4 അവിടെ നിപ്പുള്ളത്, 4 വെട്ടിയാ മതി. പഞ്ചസാര ഇടട്ടെ? ആ, ഒരു സ്പൂണാ. അപ്പൊ ഇതൊന്ന് പിടി. ഒന്നിട്ടോ. ആ, ഇളക്കടാ, ഇളക്കണം. നല്ലപോലെ ഇളക്കണം. ഒന്നുകൂടി ഇട്. ഒന്നുകൂടി ആണോ? ഒന്നുകൂടി ഇട്. എങ്ങനുണ്ട്? എന്നാ ഒരു 2 കൂടി ഇട്. ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? 2 കൂടി ഇട്. ആ, ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി ഇട്. ഒന്നും കൂടെ ഇളക്ക്. നല്ലപോലെ ഇളക്കിയല്ലോ. ആ, ഇളക്കി. ആ, അപ്പൊ ഇത് ഇപ്പൊ ചാണകമായിട്ട് നല്ല മിക്സ് ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ചോട്ടിലോട്ട് ഇട്ടു. ആ, വാഴയുടെ ചോട്ടിലോട്ട്. ആ വന്നിട്ട് കുപ്പിയോ അതൊക്കെ വന്നിട്ട് പറയാം. വന്നിട്ടേ ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം. വെക്കുക. മാമ, ഇത് നമ്മുടെ പ്രവീണില്ലേ, നേരത്തെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പോയിക്കൊണ്ട് അവനിപ്പോ ആ പണി നിർത്തിയിട്ട് ഇപ്പൊ വാഴകൃഷി തുടങ്ങിയിരിക്കും. അതിനകത്ത് അവൻ ഈ വളവിടുന്ന കാര്യം ചോദിച്ചാ. ഇതെന്തുവാടി ഇത്? തേനോ? കട്ടൻ കാപ്പിയാണോ തേനാണോ ഇത്? ഇടി മധുരവും എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്ത് തന്നെ ഷുഗർ പിടിപ്പിച്ചിട്ട് കൊല്ലാനുള്ള പരിപാടിയല്ലേ? മാമനല്ലേ പറഞ്ഞു ഇട്ടോന്ന്. ഇടി, അത് ഞാനേ എന്റെ സുഹൃത്ത് പ്രവീണിന്റെ അടുത്ത് ചാണകത്തിനകത്ത് കീടനാശിനി കലർത്തുന്ന കണക്കാ ഞാൻ പറഞ്ഞത്. അത് എന്റെ അടുത്താണെന്നാ ഞാൻ വിചാരിച്ചേ. ഓഹോ, ഇത് മനഃപൂർവ്വമാണ് മാമ, മനഃപൂർവ്വം. ഈ കാപ്പി അങ്ങനെ കുടിച്ച് എന്റെ മാമൻ ചത്തു വരുന്നെങ്കിൽ എന്തേനെ? ഇടി വാങ്ങിക്കേ. നീ എന്തിനാവശ്യമില്ല ഇത്രയും പറ്റാതെ ഇട്ടത്? അപ്പൊ ഫോണിലാണ് പറഞ്ഞത്, ഞാൻ അറിഞ്ഞില്ല. എടി, ആഹാരം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പാചകം ചെയ്യണം, എന്നാലേ അതിന് ടേസ്റ്റ് വരും. അല്ലാതെ ഇതുപോലെ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചാലേ ഇങ്ങനെ ഇരിക്കും. എന്ത് കഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്താലും കുറ്റം തന്നെ. എന്നാ കൊണ്ടുപോ. അവള് പോയി. അവള് പ്രയാസത്തിൽ പോയിരിക്കുന്നു. പോ, ചെന്ന് സമാധാനപ്പെടുത്ത് പോ. ഓടി ചെന്ന് സമാധാനപ്പെടുത്ത് പോ. ഓടി വരുന്നു പറഞ്ഞ കഴിച്ചിട്ട് പോ, സമാധാനപ്പെടുത്ത്. മണിക്കുട്ട ബാ, നമുക്കും പോവാ അങ്ങോട്ട്. പോയി സമാധാനപ്പെടുത്താം ബാ. അവള് വലിയ പ്രയാസത്തിൽ പോയിരിക്കണേ പണിക്കുട്ട. എന്റെ മാമ, അവളെ എന്റെ കൊച്ചാണ്. അങ്ങനെ കൂടുതൽ നേരം എന്നോട് പിണങ്ങിയിരിക്കാൻ നോക്കും പറ്റ. നീ ഇതെന്താ കാണിക്കണേ? കണ്ടൂടെ? ഞാൻ പോണു. നീ എവിടെ പോണ്? എവിടെ പോയാൽ നിനക്കെന്താ? ഞങ്ങൾ തമാശക്ക് പറയണല്ലോ ഓരോന്നും. നീ ഇറങ്ങിപ്പോ. ഇത് കുഞ്ഞു റിങ്കി, നിനക്ക് മാമനെ അറിഞ്ഞു റിങ്കി? എനിക്ക് മാമനെ അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സങ്കടം വന്ന. നീ വിട്ടിറങ്ങി മതി, ചുമ്മാ ഷോണിക്കുന്ന റിങ്കി അത് പറയണല്ലടി. എനിക്കൊന്നും കേക്കണ്ട. എന്ത് കഷ്ടം നോക്കിനെ. എവിടെ പോണ്? ഇവിടെ പോവല്ലേ? റിങ്കി 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 വിടടി. ഇവിടെ നില്ലടി, നീ എന്തോ കാണിക്കുന്നേ? പോ, മാറ്. പറയട്ടെ റിങ്കി. എന്താ 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 കാര്യം? അവൾ ഇറങ്ങി പോവാൻ പോണെന്ന്. ഞാൻ പോണ്. എവിടെ പോണു? ഞാൻ പോണു. സമാധാനമായിട്ടിരിക്കെ. ഞാൻ പോണെന്ന്. സമാധാനമായിട്ടിരിക്കെ. എന്നോട്
ഇവിടെ ആർക്കും വേണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിക്കണേ? എല്ലാവരോടും കുറച്ച് ദിവസം സന്തോഷത്തോടെ നിക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ. അപ്പൊ ആർക്കും എന്നെ വേണ്ട. എടി അതേ, നിന്നെ ഒന്ന് വട്ട് കളിപ്പിക്കാൻ വേണ്ടി ഞാനൊരു തമാശ കാണിച്ചതല്ലേ. തമാശ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് നീയാണ് ഏറ്റവും വലിയത്. നീ കഴിഞ്ഞിട്ടേ മറ്റു വേറെ ആരുമില്ല. അപ്പൊ ഞാനാ? അല്ല, നീ രണ്ടാമത് വന്നല്ലേ. ഞാൻ രണ്ടാമതായാലും വന്നില്ലേ? അല്ല, ആ വന്നതിന്റെ ദുരിതം ഈ വീട്ടിലുണ്ടടി, അല്ലേ മാമ? എനിക്ക് ആദ്യമായിട്ട് ഒരു പെൺകുഞ്ഞ് പറഞ്ഞെന്ന് പറഞ്ഞപ്പം ഞാൻ രാഖി രാമായണം കാറ് പിടിച്ചവിടെ എത്തി. അന്നത്തെ കാര്യമൊന്നും ആലോചിക്കാൻ ഇപ്പോഴും വയ്യ മാമ. അതായത് മണിക്കുട്ടിയെ അങ്ങോട്ട് പ്രസവത്തിനായിട്ട് ആശുപത്രിക്കകത്തോട്ട് കയറ്റിയപ്പോഴേ ദാണ്ട കിടക്കുന്ന രവിയണ്ണൻ ബോധം കെട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് നഴ്സ് വന്നിട്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ ആരുടെ കയ്യിലോട്ടാ തന്നത്? എൻ്റെ ഈ കയ്യിലോട്ടാ തന്നത്. എന്തൊരു വേദനും ഇവക്ക് ഞാൻ വേണമായിരുന്നു അന്നോട്ട്. അതെനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തിനേതിനും എന്റെ മാമൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തോ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലേ? അപ്പോഴേ മാമൻ ഇനിയിപ്പൊ കോഫി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലേ? ഓ, അതൊക്കെ എന്തോന്നടി, ഒരു നേരം കാപ്പി കുടി ചെല്ലുന്നൊരു ചത്തുകൂത്തൊന്നുമില്ലല്ലോ. ഓഹോ, എന്നിട്ടാണ് എന്നെ കൊണ്ട് 8ഉം 10ഉം കാപ്പി ഒരു ദിവസം ഇടിയിപ്പിക്കുന്നത് അല്ലേ? എത്തിയാത്ത എനിക്ക് കാപ്പി വേണ്ടിയിട്ടല്ല, നിനക്ക് കാപ്പിയുടെ ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും ചെറു പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ എക്സ്പീരിയൻസ് തരല്ല മാമ. അയ്യടി കൊച്ചു പ്രായം. നിങ്ങളെ ഈ ഒരു കാര്യം ചെയ്യും, ഈ ബാഗ് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നീ അടുക്കളയിൽ ചെന്ന് മാമനൊരു കാപ്പി ഇട്ടുകൊണ്ട് പോവാ. അതാണ് പിന്നെ കാപ്പി. എടി, സാധാരണ കാപ്പിയല്ല, മറ്റേ നീ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഡിങ്കോൾഫിയും. ഡിങ്കോൾഫി അല്ല, ഡാൾഗോണ. ഡാൾഗോണ അതേലൊരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് പോവാ. എന്നാ എനിക്ക് വേണം. എങ്കിൽ എനിക്കും വേണം. അങ്ങനെയാണെങ്കിൽ 4 ഡിങ്കോൾഫി. പിടിച്ചോ. ഓ, ഉരുളയ്ക്ക് പേര്